എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലെ കിംബർലിയിലേക്കാണ് ഞാൻ വന്നിരിക്കണേ. അപ്പോൾ കിംബർലിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഹിസ്റ്ററിയിലെ ഒക്കെ പഠിച്ചൊരു സ്ഥലമാണ് സൗത്ത് ആഫ്രിക്കയിലെ കിംബർലി എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കിംബർലി എന്ന് പറഞ്ഞ സ്ഥലം എന്തുകൊണ്ടാണ് ഇത്ര ഫേമസ് ആയേക്കണത്. അപ്പോൾ ആദ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രൻസ് ഫീ ഒക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ ഇവിടെ കയറി വരുമ്പോൾ ഒത്തിരി ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ. പിന്നെ ഡയമണ്ടിൻ്റെ ഷോപ്പും ഉണ്ട് കേട്ടോ അവിടെ. ഈ ഡയമണ്ടിൻ്റെ ഉത്ഭവം എന്ന് പറയുകയാണെങ്കിലില്ലേ, 1867 ഒരു 15 വയസ്സായ കുട്ടി ഇവിടെ കിംബർലിയിൽ തന്നെ ഓറഞ്ച് റിവർ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്ത് നിന്ന് ഒരു തിളങ്ങുന്ന കല്ല് കിട്ടിയിട്ടോ ആ കുട്ടിക്ക്. അപ്പോൾ അത് എല്ലാവരും കണ്ടപ്പോൾ അത് ഡയമണ്ടാണെന്ന് അത് പ്രൂവ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ഡയമണ്ട് എന്തായാലും ഉണ്ടായിരിക്കുന്നു വിചാരിച്ചിട്ട് ഇവിടെ മൈനിങ് ഒക്കെ തുടങ്ങിയത് കേട്ടോ. ഈ ബിഗ് ഹോളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് തന്നെ. നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞ ഒരു ഗൈഡും കൂടി ഉണ്ടാവും. ആ ഗൈഡ് എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. When the water comes in 1890, they stop because of the water by hand. In 1892, the beers take over, they make the shaft, they went 1,000 meters under the water. So all of those tunnels fall in after 1914, so no one can go down. That water changes its color to be green and blue, natural. Right, this is all the rocks that you can find diamonds inside in all of those rocks. The first one is the kimberlite, the second one is a volcanic rock, and this is the river rock, and this is granite. Granite, you can find diamond in granite, and that one you can do a tombstone, you can do a fishing center. ഇപ്പോഴും ഇവിടെ ഞങ്ങൾ കണ്ടു കേട്ടോ, ഈ കുട്ടിക്ക് കിട്ടിയ അന്നത്തെ ആ ഡയമണ്ടിൻ്റെ സ്റ്റോൺ കണ്ടു. അതിപ്പോഴും പോളിഷൊന്നും ചെയ്തിട്ടില്ല, കട്ടും ചെയ്തിട്ടില്ല, ശരിക്കും ആ രൂപത്തിൽ തന്നെ ഇപ്പോഴും ഇരിക്കേണ്ടത് കേട്ടോ. Before they buy a diamond, this is the 4C. This is the colors, they are 9. Most of the time you find white diamonds in the middle. The expensive colors, the second one, the red diamond, that one you call it a ruby diamond. That ruby diamond you cannot find it in South Africa, you find it in India. So the expensive diamond in South Africa is the first one thing. So from D to J is fancy colors that you can do jewelry. From K to Z is industrial diamonds. All the diamonds look like inside. When a diamond has this inclusion in the floors, you can see them around there. The price is not so good. It must be like this, flawless in the middle. We check it with a loupe or the microscope inside is clean. And this is now the different types of cut, about 8 of them. The first cut was used is the round brilliant is the common cut. This is the most important in the diamond. If you 35,000 rand is 1 carat. And this is now the old machine was used for cutting and polishing the diamonds in the olden days. Now these days a diamond cut diamond, a diamond cut glass rock. So they don't allow to take pictures that side now. Okay. ഞാൻ നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ടോ. അവിടെയാണെങ്കിൽ ഒറിജിനലായിട്ടുള്ള കുറേ ഡയമണ്ട്സ് ഒക്കെ കാണിച്ചു തന്നു. പിന്നെ ഡയമണ്ട്സ് പല കളറിലുള്ള ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവർ വിശദീകരിച്ചൊക്കെ തന്നു. പിന്നെ ഡയമണ്ടിന് തന്നെ നമ്മൾ പല ഷേപ്പിലും കട്ട് ചെയ്തെടുക്കും കേട്ടോ. ഒരു ഷേപ്പിൽ തന്നെയല്ല ഡയമണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്, പല ഷേപ്പിലും കട്ട് ചെയ്ത് എടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ പോയത് ബിഗ് ഹോള് കാണാനായിട്ടാണ് കേട്ടോ. പിന്നെ താഴെയൊക്കെ കാണിച്ചെന്ന് ഡയമണ്ടിനെ പറ്റിയൊക്കെ വിശദീകരിച്ചൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബിഗ് ഹോൾ കാണിക്കാനായിട്ട് അയാൾ കൊണ്ടുപോയി കേട്ടോ, ഗൈഡ് കൊണ്ടുപോയി.
So this part they dug it by hand until here is 215 meters here. So from here until to the surface here is 174. The water from here standing here 41 meters. Open cast 240. After that they stop. The BS take over here. They make that shaft. They went 1,000 meters here. The solid blue ground they found is the diamonds that comes out is 14.5 million carats. Stopped in 1940. From Rustenburg to work here to make money to buy their land. Today they own a mine in Rustenburg. To have electricity in South Africa before London in 1882. ഇംഗ്ലണ്ടിലൊക്കെ ഇലക്ട്രിസിറ്റി വരുന്നേക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്കയിലാണ് കേട്ടോ ഇലക്ട്രിസിറ്റി വന്നത്. അപ്പോൾ ഉള്ള ലേറ്റാണിത് അന്നത്തെ കാലത്തെ. Of the original house, of families to stay in this house in 1871, and that stuff next to that, this is the equipment that was being used in digging that hole by. ഇത് 150 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം ഒരു മലയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ ബിഗ് ഹോള് കണ്ടോ, ഇത് വേൾഡിലെ ഏറ്റവും വലിയ കുഴിയാണ് കേട്ടോ. അതാണെങ്കിൽ മാൻമെയ്ഡ് ഹോളാണിത്. 1871 ഇത് ഓപ്പൺ ചെയ്തത്, ഈ മൈൻ ഓപ്പൺ ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ക്ലോസ് ചെയ്തത് 1914. ഇപ്പോൾ ഈ ബിഗ് ഹോള് വേൾഡ് ക്ലാസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയാക്കാണ് കേട്ടോ. That hole, this is the biggest man-made hole in the world, was dug by hand on the 16th of July 1871. So was a copy like a hill. They called that copy the Colesberg copy. So there was about claims here about 1,000 they used picks. The depth by hand in top of the rock here, the blue rock, is 215 meters by hand. So from here until to the surface of the water is 174 meters. That water from there going down stands only 41 meters. So this is the natural water of the underground. It came naturally underground water. So that water changes its color to be green and blue natural. So the open cast is from that side to that side is 240 meters. After that they stopped because of that water digging by hand. We see that building there without the roof. This is the shaft. Is when the BS take over in 1892. So there they used the machines to drill. They make the shaft. They went 1,000 meters under the water. You see that cement building without the windows at the back. This is the Harry Oppenheimer's house. His house is to sort all the diamonds. That green roof here. This is the head offices of the BS until today. My closed now. This is not working in stock day. The road, that was the main road to go to Johannesburg to Cape Town, the Bultfontein Road. They closed them because of the hole is falling. So there was only 3 mines left. Westleton, Bultfontein and Tweespan, they are out of the town. The BS closed those 3 in 2005, and after that they sold them to another company. The Petra company still mining there. So now the BS is only recycling the ground of the big hole again, so they get some industrial diamonds. The diamonds that comes out is 14.5 million carats. So he stopped mining it in 1914 because of the first Boer War. So the people went there 1,000 meters. We are going only with that new one, only 800 meters, and there will be a simulation explosion. എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ കിംബർലിക്ക് വരാൻ പറ്റും, ഇവിടെ ഇതൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ. പിന്നെ അതിനേലും കൂടുതൽ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു വീഡിയോയിലൂടെ നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ പറ്റിയല്ലോ. അപ്പോൾ അതിലെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് കേട്ടോ.
പണ്ടത്തെ ടോയ്ലറ്റാണ് കേട്ടത്. Alright, who's gonna tell me what is this? And the woman use them every day. Washing machine. Yeah, there's a washing machine. ഇത് പണ്ടത്തെ കാലത്തെ വാഷിംഗ് മെഷീനാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ 150 വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ ഇതിലൂടെ കാണിച്ചു തന്നേക്കുന്നത്. അവരുടെ ഒരു 10-50,000 ആൾക്കാരുടെ ഒരു ഹാർഡ് വർക്കാണ് ഈ ബിഗ് ഹോള് തന്നെ. അവർ കൈകൊണ്ടാണ് ഈ കുഴി തന്നെ കുഴിച്ചുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ബിഗ് ഹോള് കണ്ടതിന് ശേഷം പിന്നെ പോയത് അണ്ടർഗ്രൗണ്ട് മൈൻ എക്സ്പീരിയൻസ് ചെയ്യാനാണ് കേട്ടോ പോയത്. So I'm gonna do it there. I'm going to the sensor to make that sound. You can stand there and take a picture there. It's our video. ഇപ്പം നിങ്ങൾ ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് പേടിക്കണ്ട കേട്ടോ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കിണർ കുഴിക്കുമ്പോൾ നമ്മൾ വെടിമരുന്നൊക്കെ വെച്ചിട്ടാണല്ലോ പാറ പൊട്ടിക്കണേ. അതുപോലെ തന്നെ മൈൻ്റെ ഉള്ളിലും അവർ ഇങ്ങനെ പാറ പൊട്ടിക്കണത് ഈ മരുന്നൊക്കെ വെച്ചിട്ടാണ് പാറ പൊട്ടിച്ച് കല്ലുകളൊക്കെ എടുക്കണത്. That one is the generator. Generator was used for the light. പിന്നെ ഈ കല്ലുകളൊക്കെ പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് അവർ അത് അതിൽ ഡയമണ്ട് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് പാറ പൊട്ടിക്കൽ മാത്രമേ ഉള്ളൂ. ഈ കല്ലുകൾ അവിടെ തുറന്ന് മൈൻ ചെയ്തിട്ട് അവർ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അതുമാത്രമേ അതിൻ്റെ ഉള്ളിൽ നടക്കണുള്ളൂ അണ്ടർഗ്രൗണ്ടിൽ കേട്ടോ. പിന്നെ ഇവിടെ അണ്ടർഗ്രൗണ്ടിൽ കുറേ കാണാനുണ്ട് കേട്ടോ. അന്ന് അവർ ഉപയോഗിച്ച ടൂൾസൊക്കെ കാണിച്ചു തന്നു. ഇതാണ് ആ ടൂൾസൊക്കെ കേട്ടോ. Right? That one is the ventilation pipe that takes the dust out after the explosion. It's on and off is to supply electricity ESCOM. And that one is the water pipe, is to pump the water out. ആണുള്ളത് പാറ പൊട്ടിച്ചിട്ട് വരുമ്പോൾ ഈ ഇവിടെ വരും. അപ്പോൾ ഇതിൽ നിന്നാണ് കളക്ട് ചെയ്തെടുക്കുക ഈ ഹോളിൽ കൂടെ. അത് ആദ്യം മടക്കി വെച്ചിട്ടുണ്ടാവും, പിന്നെ അത് തുറക്കും, ഇങ്ങനെ ഇതുപോലെ തുറക്കും. തുറന്നു കഴിഞ്ഞിട്ട് ആ ഹോളിൽ നിന്നായിരിക്കും ഈ പാറകളൊക്കെ വരണത്. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ഒരു നല്ലൊരു ഗൈഡായിരുന്നു കേട്ടോ. അത് എല്ലാവരും നല്ല ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എന്നാൽ ശരി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.